ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹീറോൻ്റെ സ്പ്ലെൻഡറാണ് വണ്ടി. BS6 മോഡൽ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ വർക്കിന് കയറ്റിയണ കിലോമീറ്റർ 34,081 കിലോമീറ്ററാണ്. നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ കംപ്ലയിൻസുകൾ ജനറൽ സർവീസ്, ആക്സിലേറ്റർ കേബിൾ സ്റ്റക്ക് ആവുന്നുണ്ട്, സ്പീഡോമീറ്റർ വർക്ക് ചെയ്യില്ല, എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് മാത്രം ചെയ്യണം, ഫ്രണ്ട് പിടുത്തം പറയുന്നുണ്ട് ബ്രേക്കിൻ്റെ, പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ലൈനറായിരിക്കും ഉദ്ദേശിച്ചത്. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഹാൻഡിലൊക്കെ നല്ല ടൈറ്റാണ് കാണിക്കുക, ബ്രേക്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു ടൈറ്റ് ഉണ്ട്. അത്രയാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടിയ കംപ്ലയിൻറ്റ്. വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് വണ്ടി വർക്കിന് കയറ്റി. ടെസ്റ്റ് ഡ്രൈവിൽ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയ കംപ്ലയിൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ബോൾ റൈസർ കോൺസെപ്റ്റിൻ്റെ കംപ്ലയിൻറ്റ്. വണ്ടി നല്ല ഹാൻഡിൽ ബലം അനുഭവപ്പെടുന്നുണ്ട്, തന്നെയല്ല ചെറിയ കട്ടറി ചാടിയ പോലെ അടിയും കാണിക്കുന്നുണ്ട്. പിന്നെ ആക്സിലേറ്റർ നല്ല രീതിയിൽ റൈസ് ആവുന്നുണ്ട്. സൈലൻസറിൻ്റെ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് അതിൻ്റെ ഒരു സൗണ്ട് കാണിക്കുന്നുണ്ട്. സ്പീഡോമീറ്റർ വർക്ക് ചെയ്യില്ല, അതേപോലെ തന്നെ ബ്രേക്ക് ടൈറ്റ്. അത്രയും കേസാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ് കേട്ടോ. നമ്മൾ വണ്ടി ഓടിച്ച് വർക്കിന് കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ലൈനറൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാക്കിലത്തെ വീലിൻ്റെ റബ്ബർ, ഡാമ്പർ റബ്ബർ എന്ന് പറയും, അത് പൊട്ടിക്കിടക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് മാറ്റണം. ചെയിൻ നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്തൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യണം. പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി അത്യാവശ്യം നല്ല ടയറാണ്. ഹബിൻ്റെ ഭാഗത്തും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ലൈനർ ഒരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബ്രേക്ക് കംഫർട്ട് കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ റെഡി ആയിക്കോളും. ബാക്ക് വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ. അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ ശരിക്കും മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം പൊടി കയറി ബ്ലോക്കാണ്. അപ്പോൾ എയർ ഫിൽറ്റർ ഒന്ന് ചേഞ്ച് ചെയ്തിടാം. ചെയിനൊക്കെ നല്ല ലൂസുണ്ട്, അപ്പോൾ ടൈറ്റ് ചെയ്തിട്ടാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അതായത് ഓൾറെഡി ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയാണ് പറഞ്ഞാൽ, അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും. അല്ല, കേബിളുകൾ കംപ്ലയിൻറ്റ് കാണുന്നില്ല. സ്പീഡോമീറ്ററിൻ്റെ കേബിൾ പൊട്ടിയേക്കാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മീറ്റർ വർക്ക് ചെയ്യാത്തത്. അപ്പോൾ അത് നമുക്കൊന്ന് ആ രീതിയിലൊന്ന് ക്ലിയർ ചെയ്ത് തരണം. കോൺസെപ്റ്റിൻ്റെ കംപ്ലയിൻറ്റ് ഇവിടെ വരുന്ന ബെയറിങ്ങാണ് കോൺസെപ്റ്റ് എന്ന് പറയാം. അപ്പോൾ അത് നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓൾറെഡി നമുക്ക് ടൈറ്റ് ഉണ്ട്. ലൂസായിട്ട് ഇപ്പോൾ ലൂസാക്കാൻ അടി കൂടുതലാവുകയും ചെയ്യും. അപ്പോൾ ഒന്നോലെ ഈ രീതി തന്നെ ഓടിക്കേണ്ടി വരും. വണ്ടി നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അഴിച്ചിട്ട് നമുക്ക് ആ ബെയറിങ് മാറ്റി പുതിയത് സെറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ ഈ സൈഡിൽ ചെറിയൊരു ഓയിലിൻ്റെ പ്രസൻസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ഫ്രണ്ട് ഫോർക്കിൻ്റെ കേട്ടോ. അപ്പോൾ അതിപ്പോൾ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ പറഞ്ഞെന്നുള്ളൂ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും കൂടുതൽ ലീക്കേജ് തോന്നുകയാണെങ്കിൽ കൈയോടെ കൂടുന്ന ഓയിൽ സീൽ മാറ്റി പോകണം. ഇപ്പം നിലവിൽ ഞാൻ എസ്റ്റിമേറ്റിൽ കോൺസെപ്റ്റ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ സ്പീഡോമീറ്റർ കേബിളും അതിൻ്റെ ക്രൗണും പിൻ സെറ്റ് മാറ്റണം. നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ പ്ലഗും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ പ്ലഗ് ചേഞ്ച് ചെയ്തിടാം. എഞ്ചിൻ ഓയിൽ നോക്കി, ഓയിൽ നല്ല ഓയിലാണ്, ലെവൽ കുറവുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ടോപ്പപ്പ് ചെയ്തിട്ടാൽ മതി. അടിയിൽ ഇപ്പോൾ ഏകദേശം ഒരു 150-200 മില്ലിയോളം ഓയിൽ എടുക്കണം. അപ്പോൾ അതൊന്ന് ടോപ്പപ്പ് ചെയ്തിടാം. ബാറ്ററി 2020 നല്ല ബാറ്ററിയാണ്. അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും കാണിക്കണില്ല ചെക്ക് ചെയ്യുമ്പോഴായാലും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. ഇവിടുത്തെ സൈലൻസറിൻ്റെ ഗ്യാസ്കറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സൈഡിൽ നിന്ന് എയർ ലീക്ക് ആവുന്ന സൗണ്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതൊന്ന് വെച്ചിട്ട് ഗ്യാസ്കറ്റ് മാറ്റിയിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയാണ്. വീൽ റബ്ബർ അതിനകത്ത് കണ്ടിട്ട് പൊട്ടിയാണ് റബ്ബർ. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ ടോപ്പപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ടോപ്പപ്പിൻ്റെ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് കോൺസെപ്റ്റ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. കോൺസെപ്റ്റ് എസ്റ്റിമേറ്റ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മഫ്ലർ ഗ്യാസ്കറ്റ്, ആ സൈലൻസറിൻ്റെ ഗ്യാസ്കറ്റ്, സ്പീഡോമീറ്ററിൻ്റെ കേബിൾ, ക്രൗണ്, പിൻ സെറ്റ്, പിന്നെ വീൽ റബ്ബർ, എയർ ഫിൽറ്ററും പ്ലഗും, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത് നമുക്ക്. അപ്പോൾ ജനറൽ സർവീസിന് പുറമെ കോൺസെപ്റ്റ് മാറണം. അതേപോലെ തന്നെ കോൺസെപ്റ്റ് മാറണം, മെയിനായിട്ട് കോൺസെപ്റ്റിൻ്റെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇടാം. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്ക് ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. നമുക്കതനുസരിച്ച് നമുക്ക് പറയാം, എന്താ വേണ്ടത് വെച്ചാൽ നോക്കിയിട്ട് അതനുസരിച്ച് ക്ലിയറായിട്ട് പറഞ്ഞുതരാം. ഇനി എന്തെങ്കിലും മനസ്സിലാവാത്ത കേസുകളുണ്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ അതിന് ശേഷം വേണം നമുക്ക് അതിൻ്റെ പെർമിഷൻ കൊടുക്കാനായിട്ട്, വർക്ക് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോക്കും. ഞാനത് ഈ ഫുഡ് ട്രസ്റ്റ് ഈ സൈഡ് ഫുഡ് ട്രസ്റ്റൊക്കെ ലൂസാണ്. അപ്പോൾ എന്ത് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്നത് ഞാൻ എസ്റ്റിമേറ്റിൽ അത് കാണിച്ചിട്ടില്ല. അപ്പോൾ മാറ്റി ഇത് നമുക്ക് അങ്ങനെ അസംബ്ലി ആയിട്ടൊക്കെ കിട്ടുള്ളൂ. മാറ്റിയിടാനായിട്ട് ഇതിപ്പോൾ കുഴപ്പമില്ല. അതിൻ്റെ ഉള്ളിൽ എന്തോ വേസ്റ്റൊക്കെ വെച്ചിട്ട് ടൈറ്റ് ചെയ്തേക്കണേ. അത് ഞാൻ എസ്റ്റിമേറ്റ് കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞേരെ, വേണമെങ്കിൽ മാറ്റിയിടാം. എൻ്റെ സെപ്പറേറ്റ് അടിയിലൊരു ക്ലാമ്പ് ചാടി പോയിട്ടുണ്ട്, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ബാക്കിയത്തെ കാര്യങ്ങൾ എസ്റ്റിമേറ്റിൽ അത്യാവശ്യം വേണ്ടൊക്കെ അതിനകത്ത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ, അതനുസരിച്ച് വർക്ക് ചെയ്യാം. അതേപോലെ ടാങ്ക് ബാഗോ സീറ്റ് കവർ എന്തെങ്കിലുമൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞു. സീറ്റ് കവർ കയറി കിടക്കുന്നുണ്ട്, ടാങ്ക് ബാഗ് അതുമേ ഇല്ല.
നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നമ്മളിപ്പോൾ ബാക്കിയത്തെ ഭാഗങ്ങളാണ് എസ്റ്റിമേറ്റ് കാണിച്ചാണ് കേട്ടോ. ഓക്കെ.